വിജിൻ വായോന്തോട് കൂടി ചേർന്നു ന്യൂസ് ബുള്ളറ്റിനിൽ തത്സമയം. വിജിൻ ചൂരൽമലയിലാണ്. വിജിൻ ചൂരൽമലയിലെ ഇന്നത്തെ തെരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. പ്രതികൂലമായ കാലാവസ്ഥ നിലനിൽക്കുന്നുണ്ടെങ്കിലും വളരെ കാര്യക്ഷമമായി തന്നെയായിരുന്നു ഇന്നത്തെ തിരച്ചിൽ. കഴിഞ്ഞ ദിവസം ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് ബെയിലി പാല നിർമ്മാണം നടത്തിയതോടുകൂടി രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമായി. 6 സെക്ടറുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നത്തെ പ്രധാന രക്ഷാപ്രവർത്തനങ്ങൾ. ഒപ്പം സർക്കാരിന്റെ ക്രിയാത്മകമായ ഇടപെടലുകളും വരുന്നു. റേഷൻ സൗജന്യമായി പ്രഖ്യാപിക്കുന്നു. വിദ്യാഭ്യാസം മുടങ്ങിപ്പോകാതെ ക്യാമ്പുകളിൽ ദുരിതാശ്വാസത്തിൽ കഴിയുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസം മുടങ്ങിപ്പോകാതിരിക്കാൻ വെള്ളാർമലയിൽ പ്രത്യേക സ്കൂൾ സജ്ജീകരിക്കാനുള്ള തീരുമാനം മന്ത്രിസഭാ ഉപസമിതി ഇന്ന് അവിടെ യോഗം ചേർന്നിരുന്നു. അത്തരത്തിൽ ക്രിയാത്മകമായ കാര്യക്ഷമമായ കൂടുതൽ ഇടപെടൽ കൂടി വരുന്നു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്. ഇന്ന് ചൂരൽമലയിലെ തിരച്ചിൽ രാവിലെ മുതൽ വൈകിട്ട് തിരച്ചിൽ നിർത്തുന്നത് വരെയുള്ള മണിക്കൂറുകളിലെ തിരച്ചിൽ ഏത് വിധത്തിലായിരുന്നു? ഒപ്പം നാളെ പ്രധാനമായും ചൂരൽമലയിൽ ഏത് മേഖല കേന്ദ്രീകരിച്ചായിരിക്കും തെരച്ചിൽ പുനരാരംഭിക്കുക? നിമിഷ, ചൂരൽമലയിലെയും ഒപ്പം തന്നെ മുണ്ടക്കയിലെയും തെരച്ചിൽ 5:30 കൂടിയാണ് ഇന്നത്തേക്ക് താൽക്കാലികമായി നിർത്തിവെച്ചത്. കാരണം പ്രതികൂലമായ മഴയുള്ള കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ രക്ഷാപ്രവർത്തനമോ തിരച്ചിലോ നടത്താൻ കഴിയാത്ത സാഹചര്യമാണ്. വൈകിട്ടായതോടുകൂടി ഇരുട്ടുകൂടി ആയതോടെ അത്തരത്തിലുള്ളൊരു JCBയോ അതുപോലെ തന്നെ ഹിറ്റാച്ചിയോ ഒക്കെ വെച്ചിട്ടുള്ള രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് വൈകിട്ട് രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചത്. നാളെ രാവിലെ 7 മണിക്ക് തന്നെ രക്ഷാപ്രവർത്തനം 2 സ്ഥലങ്ങളിലും പുനരാരംഭിക്കും. ഇപ്പോൾ നിലവിൽ മുണ്ടക്കൈയിലെ രക്ഷാപ്രവർത്തനം ഏകദേശം പൂർണ്ണമായി എന്നാണ് സന്നദ്ധ പ്രവർത്തകർ ഒക്കെ വ്യക്തമാക്കുന്നത്. അവിടെ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ആളുകളെയൊക്കെ മാറ്റിപ്പാർപ്പിച്ചു കഴിഞ്ഞു. താഴെ ചൂരൽമലയിലേക്കും ക്യാമ്പുകളിലേക്കും ഒക്കെ എത്തിച്ചു കഴിഞ്ഞു. പിന്നീടുള്ളത് ഒലിച്ചുപോയ മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്ന ഒരു വളരെ ദുഷ്കരമായ ഒരു ദൗത്യമാണ്. ആ ദൗത്യമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ താഴെ ചൂരൽമലയിൽ പുഴയോട് ചേർന്ന പുഴയിലേക്ക് ഒഴുകിയെത്തിയ വലിയ പാറകളും ഒക്കെ മാറ്റുകയും ഒപ്പം തന്നെ മണ്ണൊക്കെ മാറ്റി ഉള്ള രക്ഷാപ്രവർത്തനവും തിരച്ചിലും ഒക്കെയാണ് നടന്നത്. പുഴ സുഗമമായി ഒഴുകുന്നതിനുള്ള ഒരു നടപടിയും ഈ ഹിറ്റാച്ചിയൊക്കെ വെച്ച് തുടരുന്നുണ്ടായിരുന്നു. എന്തായാലും ഭീമാകാരനായിട്ടുള്ള വലിയ പാറകളാണ് ഇങ്ങനെ വന്ന് പുഴയിലേക്ക് ഒഴുകി പതിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് വലിയ തരത്തിലുള്ള അപകടം, ബിൽഡിങ്ങുകളും വീടുകളും എല്ലാം നശിക്കുന്ന സാഹചര്യം ഉണ്ടായത്. സൈന്യവും ഒപ്പം തന്നെ NDRF സംഘവും സംസ്ഥാന സർക്കാരിന്റെ ഫയർഫോഴ്സും മറ്റ് ഏജൻസികളും ഒക്കെ എല്ലാം ചേർന്ന് സന്നദ്ധ പ്രവർത്തകരും എല്ലാം ചേർന്നാണ് 5-ാം ദിനമായ ഇന്നും സജീവമായ തിരച്ചിൽ നടത്തിയത്. 6 സംഘങ്ങളായി തിരിഞ്ഞ് 40ഓളം വരുന്ന ഗ്രൂപ്പുകൾ ചേർന്നാണ് പല മേഖലകളിലും ഉള്ള തിരച്ചിൽ നടത്തിയത്. കാരണം ശക്തമായ മഴയിലും ഒഴുക്കിലും ഈ മൃതദേഹങ്ങൾ ഏതൊക്കെയോ വഴിയിലേക്ക് ഒഴുകിപ്പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മറ്റ് പ്രദേശങ്ങളിൽ കൂടിയുള്ള തെരച്ചിലായിരുന്നു ഇന്ന് പൂർണ്ണമായും നടന്നത്. ഒപ്പം തന്നെ മുണ്ടക്കൈയിൽ ആ നാട് കേന്ദ്രീകരിച്ച് ഏതെങ്കിലും തരത്തിൽ ആളുകൾ ഇപ്പോഴും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന കാര്യം ഒക്കെ പരിശോധിച്ചു. അതിനിടയിലാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് എത്തിയ 3 പേർ അകപ്പെട്ടതായി കണ്ടെത്തുകയും അവരെ എയർലിഫ്റ്റ് ചെയ്യുകയും ചെയ്തത്. എന്തായാലും നാളെയും ഇത്തരത്തിലുള്ള ഊർജിതമായ രക്ഷാപ്രവർത്തനം തുടരാൻ തന്നെയാണ് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ തെർമൽ ഡ്രോൺ ഉപയോഗപ്പെടുത്തി ഉള്ള തെരച്ചിലായിരിക്കും പ്രധാനമായും നാളെ നടത്തുക. അതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് പാറക്കെട്ടുകളിലോ മറ്റോ മനുഷ്യന്റെ ഏതെങ്കിലും തരത്തിലുള്ള ശരീരാവശിഷ്ടങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ, ജീവനോടെ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടെത്താൻ കഴിയുന്ന നിലയിലുള്ള ഡ്രോൺ ആണ്. ആ ഡ്രോൺ ഉപയോഗിച്ച് കൂടുതൽ സജീവമായ പരിശോധന തിരച്ചിൽ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും പ്രതികൂലമായ കാലാവസ്ഥയെ തുടർന്ന് ഇന്ന് 5:30 ഇരു സ്ഥലങ്ങളിലെയും തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. ഇന്നലെ ഈ ചെറിയൊരു തെർമൽ പരിശോധനയുടെ ഭാഗമായി ജീവന്റെ തുടിപ്പുണ്ട് എന്നൊക്കെ ഒരു സൂചന കിട്ടിയ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി വീണ്ടും ആ പ്രദേശത്ത് തന്നെ തിരച്ചിൽ തുടരാനും ഏത് വിധേനയും അത്തരത്തിലൊരു ജീവൻ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തണമെന്ന നിർദ്ദേശം നൽകുകയും ചെയ്തത്. അതുകൊണ്ടാണ് കൂടുതൽ സമയം ഈ ഇരുണ്ട കാലാവസ്ഥയിലും ഇന്നലെ തിരച്ചിൽ നടന്നിരുന്നത്. ഇന്ന് പക്ഷേ അതിന് സമാനമായ സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മഴ കൂടി ശക്തമായതോട് കൂടി പൂർണ്ണമായും ഇന്നത്തെ തിരച്ചിലും അതുപോലെ തന്നെ മറ്റ് രക്ഷാ ദൗത്യവും ഒക്കെ അവസാനിപ്പിക്കുകയായിരുന്നു. നാളെ 7 മണിക്ക് തന്നെ രക്ഷാദൗത്യം പുനരാരംഭിക്കും. വിനിഷ. ശരി, വിജിൻ വായാന്തോടാണ് ചൂരൽമലയിൽ നിന്നുള്ള വിശദാംശങ്ങൾ ലഭ്യമാക്കിയത്.